നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ അതേസമയം UDF കാലത്തെ എല്ലാ ഇടപാടുകളും ദേവസ്വം ബോർഡിൻ്റെ ഇടപാടുകളെല്ലാം പരിശോധിക്കണമെന്ന ആവശ്യവുമായി നിലവിലെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണ കവർച്ചയ്ക്കപ്പുറം നടന്നത് വലിയ കച്ചവടമെന്ന VD സതീശൻ. വിശ്വാസ സംരക്ഷണ ജാഥയുമായി കോൺഗ്രസ്. UDF കാലത്തെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം ബോർഡ് യോഗം തുടരുന്നു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടി എടുത്തേക്കും. പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പ്രതികരിക്കാതെ ചെന്താമര. വിധിയിൽ ആശ്വാസമെന്നും കടുത്ത ശിക്ഷ പ്രതീക്ഷിക്കുന്നുവെന്നും സജിതയുടെ മക്കൾ. അതൃപ്തി പരസ്യമാക്കിയ അബിൻ വർക്കി. ദേശീയ സെക്രട്ടറി പദവി വേണ്ടെന്നും കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അബിൻ വർക്കി. ജാതി സമവാക്യങ്ങൾ നോക്കിയല്ല ഭാരവാഹി തെരഞ്ഞെടുപ്പെന്നും തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചീഫ്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ്. പവന് ഒരു ദിവസം കൂടിയത് 2400 രൂപ. ഒരു പവന്റെ വില 94,360 രൂപ. ഗ്രാമിന് 300 രൂപ കൂടി 11,795 പിന്നീട് പവന് 1,200 രൂപ കുറഞ്ഞു. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് വിജയം. 121 റൺസ് വിജയലക്ഷ്യം. 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിക്കുകയാണ്. സ്വർണ്ണ കവർച്ചയ്ക്കപ്പുറം നടന്നത് വലിയ കച്ചവടമെന്ന് അദ്ദേഹം പറയുന്നു. തട്ടിപ്പിന് കൂട്ടുന്നത് സർക്കാരും ദേവസ്വവുമാണെന്നും ഹൈക്കോടതിക്ക് തട്ടിപ്പ് മനസ്സിലായി എന്നും VD സതീശൻ പറഞ്ഞു. പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങും. ഒറിജിനൽ ദ്വാരപാലക പാളികൾ വിറ്റെന്നും VD സതീശൻ ആരോപിച്ചു. കാസർഗോഡ് വിശ്വാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 വീണ്ടും ഇത് പോറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ വാസവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക. പക്ഷെ ഞാൻ പേടിച്ചുപോയി. കാരണം ദ്വാരപാലക വിഗ്രഹം പോയി, മറ്റേ കഥകിന്റെ സാധനം പോയി, സ്വർണം കട്ട്ലേറെ സ്വർണം പോയി. ഈ പ്രാവശ്യം പോറ്റി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യപ്പന്റെ തങ്ക വിഗ്രഹം ഉറപ്പായിട്ട് പോകും. അതായിരുന്നു ടാർഗറ്റ്. അയ്യപ്പൻ സമ്മതിച്ചില്ല. തങ്ക വിഗ്രഹവും കൂടി അടിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പൻ സത്യമായിട്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അയ്യപ്പ ഭക്തനാണ്, ശബരിമല പോകുന്ന ആളാണ്. അയ്യപ്പൻ അങ്ങനെയാണ്. കോടതിയിൽ ഇത് വന്നപ്പോ കോടതി ഇത് ചകഞ്ഞ് നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത്. അപ്പോഴാണ് 2025 ഈ കള്ളത്തരവും കൂടി പുറത്തു വരുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും തങ്കവിഗ്രഹം അടക്കമുള്ള അവിടെ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ അടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു ഇത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടി ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ യോഗം തുടരുകയാണ്. 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിനെതിരെ യോഗം നടപടിയെടുക്കും. ദേവസ്വം സെക്രട്ടറി S ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർമാരായ KS ബൈജു, RG രാധാകൃഷ്ണൻ, പാളികൾ തിരികെ പിടിപ്പിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ എന്നിവർക്കെതിരായ നടപടിയും ദേവസ്വം ബോർഡ് യോഗം തീരുമാനിക്കും. കേസ് എടുത്തിട്ടില്ലെങ്കിലും വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശമുള്ള VM കുമാറിനെതിരെയും നടപടി ഉണ്ടായേക്കും.
UDF കാലത്തെ ശബരിമലയിലെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ആദ്യമായി ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന മട്ടിലാണ് ചില നേതാക്കൾ പറയുന്നത്. 1999 മുതൽ അന്വേഷണം വേണം. 2007, 2011, 2016 കാലത്ത് ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ? ഇവരെല്ലാം ദിവ്യന്മാരും ഇപ്പോഴുള്ളവർ കള്ളന്മാരുമെന്ന ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. 2000 മുതൽ ഇങ്ങോട്ട് 2011 മുതൽ ഇങ്ങോട്ട് ഒക്കെ നമ്മൾ അന്വേഷിക്കപ്പെടണം. അവിടേക്ക് ആരായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. 2007 ആരായിരുന്നു പ്രസിഡന്റ്, 2011 ആരായിരുന്നു പ്രസിഡന്റ്, 2016 ആരായിരുന്നു പ്രസിഡന്റ്, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. ഇവരെല്ലാം ദിവ്യന്മാരും ബാക്കി ഇപ്പോൾ വന്നവരെല്ലാം കള്ളന്മാരും എന്നുള്ള ഒരു മട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ. ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ആ ഒരു അന്വേഷണത്തിലേയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാവുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമാണ്. കാരണം അതിനൊരു മേൽനോട്ടം ഹൈക്കോടതിയാണല്ലോ. ആരും ഒരു ആക്ഷേപവും പറയാനില്ലല്ലോ. അപ്പോൾ നന്നായി അത് നടക്കട്ടെ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ K. സുനിൽകുമാറിനെതിരായ നടപടി ബോർഡ് ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. കുറ്റക്കാരായി കോടതി ശിക്ഷിച്ചാൽ മാത്രമേ പെൻഷൻ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കാൻ കഴിയൂവെന്നും PS പ്രശാന്ത് പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷനിൽ രേഖകൾ കാണാതായ സംഭവം അന്വേഷിക്കട്ടെ, സത്യം പുറത്തുവരും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വർണ്ണക്കൊള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തെ ബാധിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ബോർഡിന് ആശങ്കയില്ലെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ബോർഡ് മീറ്റിംഗിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അത് ചർച്ച ചെയ്യും. പിന്നെ അതിൽ റിട്ടയറായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIR-ൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതൊരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സ്ഥാപിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മുതൽ കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും. ശബരിമല വിഷയം വീണ് കിട്ടിയ അവസരമായി കാണുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PG കുര്യൻ. ശബരിമല പോലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടും പുറത്തു വരണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ശിവകുമാർ ദേവസ്വം മന്ത്രിയായ കാലത്തും പലതും നടന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലേ സത്യം കണ്ടെത്താനാകൂവെന്നും MT രമേശ് മലപ്പുറത്ത് പറഞ്ഞു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി BJP ആണ്. BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ചെയ്തിരുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. 16-ാം തീയതി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ഈ മാസം പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രത്തിലും വലിയ പരിപാടികളാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് BJP നേതൃത്വം കൊടുത്തത്. UDF-ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യത്തോട് UDF യോജിക്കുന്നുണ്ട്. കാരണം LDF-ന്റെ ഭരണകാലത്ത് മാത്രമല്ല ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. UDF-ന്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും VS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ആ കാലഘട്ടത്തിലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആ സന്ദർഭത്തിൽ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ LDF മാത്രമല്ല പ്രതിക്കൂട്ടിലുള്ളത്. ഇനിയിപ്പോൾ LDF ഭരണകാലത്തെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നതാണ്. പക്ഷേ പ്രമാദമായ പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. ചെന്താമരയ്ക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു.
2019 ഓഗസ്റ്റ് 31 അയൽവാസിയായിരുന്ന സജിതയെ ചെന്താമര എന്ന ചെന്താമരാക്ഷൻ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരി എന്ന് സംശയിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. കുടുംബ പ്രശ്നം മൂലം ചെന്താമരയുടെ ഭാര്യയും മകളും അകന്നു കഴിയുകയായിരുന്നു. സജിതയും കുടുംബവും ദുർമന്ത്രവാദം നടത്തിയതിന്റെ ഫലമായാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നായിരുന്നു ഇയാൾ വിശ്വസിച്ചിരുന്നത്. തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചെന്താമരയെ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ ചെന്താമര റിമാൻഡിലാണ്. സജിത കൊലക്കേസിൽ 6 വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത്. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യയടക്കം 50 സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറാണ് ഹാജരായത്. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചെന്താമരയോട് കോടതി ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ചെന്താമര കേട്ടുനിന്നത്. രാവിലെ കോടതിയിലെത്തിച്ചപ്പോഴും വിധിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ചെന്താമര ഒന്നും പ്രതികരിച്ചില്ല. വിധി കേൾക്കാൻ സജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി രംഗത്തെത്തി. ദേശീയ സെക്രട്ടറി പദവി വേണ്ടെന്നും കേരളത്തിൽ പ്രവർത്തനം തുടരാനാണ് താൽപ്പര്യമെന്നും അബിൻ വർക്കി കോഴിക്കോട് പറഞ്ഞു. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചപ്പോൾ എന്തെങ്കിലും സമുദായ പരിഗണനകൾ കാരണമായോ, താൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നെല്ലാം വിശദീകരിക്കേണ്ടത് നേതൃത്വമാണ്. താൻ പാർട്ടി പ്രവർത്തകനായി പാർട്ടി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. കോൺഗ്രസിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും അബിൻ വർക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത്. കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത്. ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും, എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും. അതേസമയം ജാതി സമവാക്യങ്ങൾ നോക്കിയല്ല ഭാരവാഹി തെരഞ്ഞെടുപ്പെന്നും തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചീപ്പ് വ്യക്തമാക്കി. അബിന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ അബിനെ കേൾക്കാൻ തയ്യാറാണെന്നും ഉദയ് ഭാനു ചീപ്പ് പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എല്ലാ കോൺഗ്രസുകാരും അംഗീകരിക്കുന്നതാണെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. അബിൻ വർക്കിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. ഇഷ്ടമായതും അല്ലാത്തതുമായ എല്ലാ തീരുമാനങ്ങളും പാർട്ടിയിൽ നിൽക്കുമ്പോൾ അംഗീകരിക്കണമെന്നും PJ കുര്യൻ പ്രതികരിച്ചു. അത് കോൺഗ്രസ്സില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ശബരിമലയിലെ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ അത് എല്ലാവരുടെയും ആശങ്കയാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്, കോൺഗ്രസിന്റെ മാത്രം അല്ല. അതിനെ ഒരു തരത്തിലും അഡ്വാൻറ്റേജായി കോൺഗ്രസ് കാണുന്നില്ല.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് ഇന്ന് തുടക്കമാകുന്നു. ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെ 5 രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. ഡിസംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടികളിൽ ഇടവേളകളിൽ മുഖ്യമന്ത്രി നാട്ടിൽ തിരികെ എത്തും. സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല. ബഹ്റൈനിൽ 16-ാം തീയതി നടക്കുന്ന വിദേശ മലയാളി സംഗമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിലെ ആദ്യ പരിപാടി. ബഹ്റിനിൽ 16-ാം തീയതി നടക്കുന്ന വിദേശ മലയാളി സംഗമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിലെ ആദ്യ പരിപാടി. ബഹ്റിൻ കൂടാതെ ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കും. ബഹ്റിൻ സന്ദർശനത്തിനായി വൈകിട്ട് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഡിസംബർ 1 വരെ നീളും. മന്ത്രി സജി ചെറിയാൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിയെ കൂടാതെ യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. ബഹ്റിനിൽ നിന്നും തിരികെ കേരളത്തിലെത്തുന്ന മുഖ്യമന്ത്രി 22-ന് വീണ്ടും മസ്കറ്റിലെത്തും. 24-ന് മസ്കറ്റിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25-ന് സലാലയിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി. ഇവിടെ നിന്ന് 26-ന് കൊച്ചിയിൽ തിരികെ എത്തും. 28-ന് രാത്രി വീണ്ടും ഖത്തറിലേക്ക് പോകും. 30-ാം തീയതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. തുടർന്ന് നവംബർ 5-നാണ് കുവൈറ്റിലെ പരിപാടി. ഇവിടെ നിന്ന് അബുദാബിയിലെത്തുന്ന മുഖ്യമന്ത്രി 5 ദിവസം അബുദാബിയിൽ തങ്ങും. മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ED സമൻസ് വിഷയമടക്കം നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി മകന്റെ അടുത്തേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. രാവിലെ പവന് 2400 രൂപ ഒറ്റയടിക്ക് കൂടിയെങ്കിലും ഉച്ചയോടെ 1200 രൂപ കുറഞ്ഞു. ഇപ്പോൾ പവന്റെ വില 93,160 രൂപയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടമാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. 1 പവൻ സ്വർണ്ണത്തിന് പണിക്കൂലി സഹിതം 1 ലക്ഷം രൂപയിലധികം മുടക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരുപാട് വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ റേറ്റ് വല്ലാതെ കൂടുന്നതിൻ്റെ പ്രശ്നം. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ US ചൈന ട്രേഡ് വാറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു രീതിയിൽ ഇപ്പോൾ വലിയൊരു കടുംപിടുത്തമാണ് നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ ഇന്ത്യൻ മാർക്കറ്റിലും കാണുന്നത്. സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൾ നാസർ പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ $1,600 വില വർധനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണത്തിന് വലിയ ഡിമാൻഡ് ഉള്ളതായി അബ്ദുൾ നാസർ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ $1,600 വില വർധനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിലയിലും വലിയ കുതിപ്പ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 7,120 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഇന്ന് ഏതാണ്ട് 66% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇത് കുതിപ്പ് തുടരുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് വരുന്നത്. സ്വർണ്ണവിലയിൽ ഒരു ചാഞ്ചാട്ടം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദീപാവലി ആഘോഷം ഇന്ത്യയിൽ വലിയ ഡിമാൻഡാണ് സ്വർണ്ണത്തിൽ വന്നിട്ടുള്ളത്. ചൈനയും അമേരിക്കയും വൻതോതിൽ സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. സംസ്ഥാന വഖഫ് ബോർഡ് യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ബോർഡ് ആസ്ഥാനത്താണ് യോഗം. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ആദ്യമായാണ് യോഗം ചേരുന്നത്. സർവ്വതല സ്പർശിയായ വിധിയാണ് ഹൈക്കോടതിയുടേതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. തുടർ നിയമ പോരാട്ട സാധുത പരിശോധിക്കും. വിധി സംബന്ധിച്ച് നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ പരിശോധിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വരണം. അതിനെ തുടർന്ന് നമ്മൾ നടപടി ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോർഡിൻ്റെ സാങ്ഷൻ വേണം. അതിനുവേണ്ടി വേറെ ദിവസം നമ്മൾ മീറ്റിംഗ് വെക്കും. ആ ദിവസം നമ്മൾ ഇതെന്താണെന്ന് പ്രഖ്യാപിക്കും. നിലവിൽ ഇപ്പോൾ അതുള്ള നമ്മൾ തീരുമാനം. വഖഫ് ബോർഡ് സംബന്ധിച്ചോളം വഖഫ് ബോർഡ് ട്രിബ്യൂണലിലെ വിധിയാണ് നിയമപ്രകാരം കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മുന്നിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് യാതൊരു റിപ്പോർട്ടും നമുക്ക് ലഭ്യമായിട്ടില്ല. മുല്ലപ്പെരിയാർ ഡാമിലെ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും. മെയിൽ ID വിവരങ്ങൾ തേടി മൈക്രോസോഫ്റ്റിന് കത്തയച്ചു. ഇന്നലെയാണ് തൃശൂർ കളക്ട്രേറ്റിൽ ഇമെയിലിലൂടെ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്.
പലീക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കില്ല. ടോൾ വിലക്ക് ഹൈക്കോടതി നീട്ടി. ഗതാഗത കുരുക്കുണ്ടെന്ന് കളക്ടർ കോടതിയെ അറിയിച്ചു. സുഗമമായ ഗതാഗതം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കളക്ടർ ഇന്നു തന്നെ സ്ഥലം സന്ദർശിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ടോൾ പിരിവിൽ വെള്ളിയാഴ്ച കോടതി ഉത്തരവിറക്കും. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6-നാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിന്മേലാണ് നടപടി. ഹൈക്കോടതി ഉത്തരവിനെതിരെ അതോറിറ്റി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. അപകടങ്ങളും മണ്ണിടിച്ചിലും നടന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടറും കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യ ബോധത്തോടെ ഇടപെടാൻ തയ്യാറായതിൽ സന്തോഷമെന്ന് ഓർത്തഡോക്സ് സഭ. സർക്കാരിന്റെ നിലപാട് 10,000-കണക്കിന് അധ്യാപകർക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രതീക്ഷ പകരുന്നതാണെന്ന് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറോസ് മെത്രാപ്പൊലീത്ത വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. NSS മാനേജ്മെന്റിന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി വിധിയുടെ പ്രയോജനം തങ്ങൾക്കും ലഭിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പ്രകടിപ്പിച്ചിരുന്നത്. പിടിവാശിയല്ല, ക്രിയാത്മകമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. വൈകിയാണെങ്കിലും മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായതിൽ നന്ദിയുണ്ടെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഒരു വിയോഗവാർത്തയാണ്. കുന്നുകുളം മുൻ MLA-യും CPM നേതാവുമായ ബാബു M. പല്ലിശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, വിശദാംശങ്ങൾ. ഈ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തെ കുന്നുകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളായി ഇത്തരത്തിൽ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഞരമ്പുകളെ ബാധിച്ച പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗമായിരുന്നു ഇദ്ദേഹത്തിന് ബാധിച്ചത്. ഇദ്ദേഹം കുന്നുകുളം മുൻ MLA കൂടിയാണ്. മാത്രമല്ല 2005, 2010 എന്നീ 2 കാലഘട്ടങ്ങളിൽ കുന്നംകുളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ MLA ആയി പ്രവർത്തിച്ചു വന്ന ആളാണ്. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു ജനസമ്മതി ഉള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ചെറിയ കോൺഗ്രസ് ടീമിലേക്ക് മാറുകയും പിന്നീട് വീട്ടിൽ തന്നെ ശുശ്രൂഷകൾ തുടരുകയുമായിരുന്നു ഏറെ നാളായി. ഇതിനിടെയാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും അത് അത്യാസന്ന നിലയിലേക്ക് മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ചികിത്സ തുടരുന്നതിനിടെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുറച്ച് നാളുകളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനം കുന്നംകുളം മുൻ MLA ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ പാർട്ടി നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പം മുൻപാണ് പുറത്തു വന്നത്. തുടർ നടപടികൾ കുടുംബക്കാരും മറ്റ് പാർട്ടി വക്താക്കളും ഒക്കെ ആലോചിച്ചായിരിക്കും ഇനി സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ എപ്പോഴാണ് നടത്തുക എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. കുന്നുകുളം മുൻ MLA-യും CPM നേതാവുമായ ബാബു M. പല്ലിശ്ശേരി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. സമാധാനത്തിന്റെ ആദ്യ പുലരിയിലേക്ക് പശ്ചിമേഷ്യ കൺതുറക്കുകയാണ്. പീസ് 2025 ചരിത്ര ഉടമ്പടി യാഥാർത്ഥ്യമായി. ഇസ്രയേലിനും ഹമാസിനും പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അമേരിക്കയെ കൂടാതെ ഈജിപ്തും ഖത്തറും തുർക്കിയുമാണ് ഗ്യാരണ്ടേഴ്സായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഔപചാരികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അമേരിക്ക, ഇസ്രയേൽ, ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. പരമോന്നത സമാധാനമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അതിനായി ലോക നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കുമെന്നും ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. രക്തച്ചൊരിച്ചിൽ അവസാനിച്ചു. ഇനി ഗാസയിലേക്ക് സഹായം പ്രവഹിക്കും. എല്ലാവർക്കും വീടുകളിലേക്ക് മടങ്ങാം. സമാധാനത്തിനായി പിന്തുണച്ച അറബ് മുസ്ലിം നേതാക്കൾക്ക് നന്ദിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കരാർ ഒപ്പിടുന്നതിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ലോക നേതാക്കളും സമാധാന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു. 2023 ഒക്ടോബറിൽ തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. 1200 ഇസ്രയേലികളാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 251 പേരെ ബന്ദികളാക്കി. ചിലരെ നേരത്തെ വിട്ടയച്ചിരുന്നു. പിന്നീട് ഇസ്രയേൽ സേനയുടെ ഗാസ ആക്രമണത്തിൽ ബന്ദികളിൽ നിരവധി പേർ മരിച്ചതായി ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു. 2 വർഷത്തിനു ശേഷം സമാധാന കരാറിലൂടെ ഇപ്പോൾ 20 ബന്ദികളുടെ മോചനമാണ് സാധ്യമായിരിക്കുന്നത്. എന്തായാലും പീസ് 2025 കരാറിലൂടെ 67,000 പേരുടെ ജീവനെടുത്ത ഗാസ യുദ്ധം ഇനി ചരിത്രമാവുകയാണ്. ഗാസയുടെ പുനർനിർമ്മാണമാണ് പീസ് 2025 ഉച്ചകോടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്.
ബന്ദി കൈമാറ്റവും തടവുകാരുടെ കൈമാറ്റവും പൂർത്തിയായതോടെ ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യത്തേതും സുപ്രധാനവുമായ ഘട്ടമാണ് കടന്നത്. ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെ നിർണായക നിർദ്ദേശങ്ങൾ രണ്ടാം ഘട്ടത്തിലാണ്. ഇസ്രയേൽ ഈ നിർദ്ദേശങ്ങളിൽ എന്ത് വിട്ടുവീഴ്ച നടത്തുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം ഇസ്രയേൽ ബന്ദികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് വിട്ടു നൽകുന്നതിനു മുൻപ് ഫോറൻസിക് പരിശോധനയടക്കം നടത്താനൊരുങ്ങുകയാണ് ഇസ്രയേൽ സേന. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഡൽഹി ടെസ്റ്റിലും വിജയിച്ചതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ ജയവുമായി ഇന്ത്യ. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയം 7 വിക്കറ്റിനാണ്. വിൻഡീസ് ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. There it is. Game, set, match and series for India. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്. ഡൽഹി ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറി മികവിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 518 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. മറുപടി ബാറ്റിംഗിൽ വിൻഡീസിന്റെ ആദ്യ ഇന്നിംഗ്സ് 248 റൺസിന് അവസാനിച്ചു. ഇതോടെ സന്ദർശകരെ ഫോളോ ഓൺ അയച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ജോൺ ക്യാമ്പൽ, ഷായ് ഹോപ്പ് എന്നിവരുടെ ഇന്നിംഗ്സുകൾ വിൻഡീസിന് 390 എന്ന ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചു. 121 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4ാം ദിവസം കളി നിർത്തുമ്പോൾ 1-63 എന്ന നിലയിലായിരുന്നു. 5ാം ദിനം കളി ആരംഭിച്ച ഇന്ത്യക്ക് ജയം അനായാസമായി. ഓപ്പണർ KL രാഹുൽ അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്നു. അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 140 റൺസിനുമാണ് വിജയിച്ചത്. ടെസ്റ്റ് പരമ്പരയിലെ താരമായി രവീന്ദ്ര ജഡേജ. ഒരേ ടീമിനെതിരെ തുടർച്ചയായ 10 ടെസ്റ്റ് പരമ്പരാ വിജയമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. രണ്ടാം ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ഇന്ത്യക്കെതിരെ ലീഡെടുത്തതൊഴിച്ചാൽ ഈ പരമ്പരയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ വെസ്റ്റ് ഇൻഡീസിനായില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.